എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് ജാനിക്കുട്ടിക്കും ജാങ്കുട്ടനും ഒരു കാറ് വാങ്ങാൻ പോവാണ്. അത് അവരുടെ കുടിക്കൊക്കെ പൊട്ടിച്ച് ആ കുടിക്കലുള്ള പൈസ കൊണ്ടാണ് ഞങ്ങളിത് കാറ് വാങ്ങാൻ പോകുന്നത്. അപ്പോൾ ലുലുവിൽ ഓഫർ സെയിൽ നടക്കുകയാണ്. അപ്പം ലുലുവിലൊന്ന് കയറി നോക്കാം അവിടെ നല്ല വണ്ടികളുണ്ടോ എന്ന്. എന്നിട്ട് നമുക്ക് അല്ലെങ്കിൽ വേറൊരു കടയിൽ ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലുലുവിൽ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകാനാണ് ഞങ്ങളുടെ പ്ലാന്. ഞങ്ങൾ നേരെ ബസ് കയറി വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷനിൽ ചെന്നിറങ്ങി. അവിടുന്ന് മെട്രോയ്ക്കാണ് ഞങ്ങൾ ലുലുവിൽ പോകുന്നത്. അതാണ് എളുപ്പം. അല്ലെങ്കിൽ ഇന്ന് ഭയങ്കര ട്രാഫിക് ആയിരിക്കും. അപ്പോൾ നമുക്ക് എത്താൻ ഭയങ്കര പാടായിരിക്കും. അവരവരുടെ മെട്രോ യാത്രയൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ നേരെ ലുലുവിലാണ് ചെന്നിറങ്ങിയത്. അപ്പം ഇവിടുന്ന് തന്നെ നമുക്ക് മോളിലോട്ട് ഡയറക്റ്റ് എൻട്രി ഉണ്ട്. അങ്ങനെ ലുലുവിലെത്തിയപ്പോൾ അവരുടെ വിധം മാറി കേട്ടോ. അവർക്ക് പാർക്കിൽ കളിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്ക്. അങ്ങനെ ഞങ്ങൾ ഫണ്ടൂരയിൽ കയറി. അവിടെ ചെന്നപ്പം 600 രൂപയ്ക്ക് ചാർജ് ചെയ്ത് 600 പോയിൻറ്റ്സും 1000 രൂപയ്ക്ക് ചാർജ് ചെയ്ത് 1200 പോയിൻറ്റ്സേ കിട്ടുള്ളൂ. പക്ഷേ 2000 രൂപയ്ക്ക് ചെയ്ത 4000 പോയിൻറ്റ്സും 3000 രൂപയ്ക്ക് ചെയ്ത 6000 പോയിൻറ്റ്സും അങ്ങനെ കിട്ടും. അങ്ങനെ 2000 രൂപയ്ക്ക് നമ്മൾ കാർഡ് ചാർജ് ചെയ്ത് അകത്ത് കയറി. പക്ഷേ അകത്ത് കയറിയപ്പം വേറൊരു പണി കിട്ടി. ഇവിടെ ഹൈറ്റ് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഓരോ ഹൈറ്റിനനുസരിച്ച് മാത്രമേ കുട്ടികളെ അവരവിടെ അലോ ചെയ്യുള്ളൂ. ജാങ്കുട്ടന് ഓൾമോസ്റ്റ് എല്ലാ റൈഡിലും കയറാൻ പറ്റില്ല. കുഞ്ഞു കുഞ്ഞു റൈഡുകളിൽ അവന് കയറാൻ പറ്റുള്ളൂ. ജാനിക്കുട്ടിക്കാണ് ഇതിൽ കയറണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. അങ്ങനെ അവിടെ ഇപ്പോൾ ഓൾറെഡി അത് കുട്ടികൾ കളിക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ കയറാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറാൻ വന്നു. അങ്ങനെ ഇവർ രണ്ടും മാത്രമുള്ളൊരു ട്രെയിൻ സഫാരിയാണ് കേട്ടോ. ഒരാൾക്ക് 150 രൂപയാണ്. അപ്പം അവർ രണ്ടുപേരോട് കയറിയപ്പോൾ 300 തന്നെ കാർഡിൽ തീർന്നു. പക്ഷെ അവർ രണ്ടും ഉള്ളായിരുന്നു ട്രെയിനിൽ. 3 റൗണ്ട്സേ ഉള്ളൂ. അങ്ങനെ അവരവിടെ ട്രെയിനിൽ കയറിക്കൊണ്ടിരുന്നു. അപ്പം ഞാൻ ചുറ്റുമൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു. അങ്ങനെ നമുക്ക് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും ഇതിൽ കയറി കളിക്കാനൊക്കെ പറ്റും. അപ്പം ഞാൻ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അവർ ട്രെയിൻ ഓടിച്ചു കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ വലിയവരും എല്ലാം കളിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും വന്ന് ഫൺ ആൻഡ് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. അങ്ങനെ ജാനിക്കുട്ടിയും ജാങ്കുട്ടനും ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്ലൈംബിങ്ങിന് വേണ്ടി ജാനിക്കുട്ടി റെഡി ആവുകയാണ്. അവിടുന്ന് തന്നെ സോക്സ് കിട്ടും. ഇത് ഫ്രീ ആണ് കേട്ടോ. നമുക്കിത് കഴിഞ്ഞ് സോക്സും കൊണ്ടങ്ങ് പോരാം. ഇവിടെയും 150 രൂപ തന്നെയാണ്. അപ്പം 105 സെൻറ്റിമീറ്റർ ഹൈറ്റിന് മുകളിലുള്ളവർക്കേ ഇതിൽ കയറാൻ പറ്റുള്ളൂ. ജാങ്കുട്ടന് കയറണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. പക്ഷേ അവന് 100 സെൻറ്റിമീറ്റർ ഉള്ളതുകൊണ്ട് അവന് കയറാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഹൈറ്റ് വെച്ചിട്ട് വന്നിട്ട് കയറാമെന്ന് പറഞ്ഞ് അവന് ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചിട്ടുണ്ട്. ജാനിക്കുട്ടി ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് പകുതി വരെ കയറാൻ പറ്റുള്ളൂ. എല്ലാ കുട്ടികളും അങ്ങനെ പകുതി വരെ എത്തുമ്പോൾ ഇവർ താഴോട്ട് വീഴും. പക്ഷേ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവർക്ക്. എനിക്കിതിൻ്റെ അവസാനം തോന്നിയത് ജാനിക്കുട്ടിക്ക് ഇങ്ങനെ തൂങ്ങി താഴോട്ട് ഇറങ്ങാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം ആളത് എൻജോയ് ചെയ്യുമായിരുന്നു. ഇങ്ങനെ കയറുന്നതിനേക്കാൾ കൂടുതൽ എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആ നൂലിൽ തൂങ്ങി താഴോട്ട് വരുന്നതാണ്. അത് ഭയങ്കര രസമാണെന്ന് തോന്നുന്നു അവർക്ക്. ഈ സമയം ജാങ്കുട്ടൻ ഭയങ്കര വഴക്കായിരുന്നു. എന്തായാലും അവന് ഇവിടെ കയറാൻ പറ്റത്തില്ല. അപ്പുറത്ത് കാർ ഓടിക്കുന്നുണ്ട്. അപ്പം അവൻ അവിടെ പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ചോദിച്ചപ്പോഴും അവിടെയും ഹൈറ്റ് പ്രശ്നമുണ്ട്. 135 സെൻറ്റിമീറ്റർ മുകളിലുള്ള കുട്ടികളെ മാത്രമേ അവിടെ അലോ ചെയ്യുള്ളൂ. അപ്പം ജാനിക്കുട്ടിക്കും അവിടെ കയറാൻ പറ്റത്തില്ല. അങ്ങനെ അവിടെ അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. അവന് കയറാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. അവന് ശരിക്കും ഓൾമോസ്റ്റ് മിക്ക റൈഡിലും കയറാൻ പറ്റില്ല കേട്ടോ. 1-2 റൈഡിൽ മാത്രമേ ചെറിയ കുട്ടികൾക്ക് കയറാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം കുറച്ചുകൂടി വലിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു റൈഡുകളാണ് കൂടുതലും. അങ്ങനെ അവനെ വേറെ റൈഡിൽ കയറ്റാമെന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ ഞാൻ സമാധാനിപ്പിച്ച് വെച്ചു. ഇവിടെ 7 മിനിറ്റേ ഉള്ളൂ കേട്ടോ. 150 രൂപയ്ക്ക് നമുക്ക് 7 മിനിറ്റ് മാത്രമേ കിട്ടുള്ളൂ. അപ്പം ജാനിക്കുട്ടിയുടെ സമയം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ജാങ്കുട്ടൻ അടുത്ത റൈഡിൽ പോവുകയാണ്. ഇതൊരു ടോയ് ട്രെയിനാണ് കേട്ടോ. ചുമ്മാതെ ഇവരിങ്ങനെ സ്റ്റിയറിംഗ് പിടിച്ചുകൊണ്ടിരിക്കും, വണ്ടി തന്നെ ഓടും. പക്ഷേ അവർക്കത് ഭയങ്കര രസമായിരുന്നു. ഒരു 3 റൗണ്ട്സ്, ഇതും 3 റൗണ്ട്സേ ഉള്ളൂ. ഇതിന് 110 രൂപയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിക്കറിയത്തില്ല. നമ്മൾ കാർഡ് കൊടുക്കുമ്പോൾ അവർ തന്നെ അങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കാർഡിൽ നിന്ന് എത്ര രൂപ പോകുമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷേ കുഞ്ഞു കുട്ടികൾക്ക് ആകെയുള്ള 1-2 റൈഡുകളിൽ ഒന്നാണിത്. അതുകൊണ്ട് തന്നെ ഇതിൽ അത്യാവശ്യം കുറേ പിള്ളേരുണ്ടായിരുന്നു വണ്ടിയൊക്കെ ഓടിക്കാൻ. എല്ലാവരും നല്ല പ്രോ ഡ്രൈവേഴ്സാണ് കേട്ടോ. അവർ സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കുന്ന കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും എല്ലാവർക്കും നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ അറിയാവുന്ന കുട്ടികളാണെന്ന്. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ ഓടിച്ച് കഴിഞ്ഞ് മാളിലോട്ട് എൻട്രി ചെയ്തു. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാട്ടോ.
ഓഫർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ഓടിച്ചെല്ലുമല്ലോ. പക്ഷേ അവിടെ ഭയങ്കര തിരക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളിത് കാറിൻ്റെ സെക്ഷനിലെത്തിയപ്പം ഇങ്ങനെ ഓരോ കാറും ഓടിച്ച് നോക്കുകയാണ്. ജാനിക്കുട്ടിക്ക് കൂടി ഓടിക്കാൻ പറ്റുന്ന ടൈപ്പ് കാറാണ് ഞങ്ങൾ നോക്കുന്നത്. എന്നാൽ ഒരുപാട് വലുപ്പവും പാടില്ല, കാരണം നമുക്ക് വീട്ടിൽ നിന്ന് പൊക്കി ഇറക്കാനും എടുക്കാനും ഒക്കെ പാടാണെങ്കിൽ വലിയ കാറാണെങ്കിൽ നമുക്ക് അത് ഭയങ്കര പാടാണല്ലോ. അപ്പം 2 പേർക്കൊരു പരുവത്തിനുള്ളൊരു കാറാണ് നോക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു ബഡ്ജറ്റും കൂടി നമ്മൾ നോക്കണം. ഈ കാറൊക്കെ ഭയങ്കര വലുതാണ് കേട്ടോ. ഇവർക്ക് 2 പേർക്ക് ഇരുന്ന് നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റും. പക്ഷേ അതിനാണെങ്കിൽ നല്ല വെയിറ്റുമാണ്, പിന്നെ ഭയങ്കര വലുപ്പമാണ്. അപ്പോൾ ഇത് കൊണ്ടുപോകാൻ നമുക്ക് ഭയങ്കര പാടായിരിക്കും. ഇവിടെ കാറിനൊക്കെ ഭയങ്കര ഓഫറുണ്ട് കേട്ടോ. ഏകദേശം 50% ഓഫ് തന്നെ ഉണ്ട്. ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മളെടുത്ത അതേ മോഡലിൽ കുറേ കാറുകൾ ഓരോരുത്തർ എടുത്തുകൊണ്ട് പോയി കേട്ടോ. അപ്പോൾ ഓരോന്നും ട്രോളിയിലാക്കിയാണ് അവർ വെച്ചിരിക്കുന്നത്. അങ്ങനെ പുതിയ പുതിയ സ്റ്റോക്കും കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം കുറേ ആൾക്കാർ ഇവിടെ കുട്ടികളെയും കൊണ്ടുവന്ന് ടോയ്സൊക്കെ നോക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കാറിനേക്കാൾ കൂടുതൽ വില ബൈക്കിനൊക്കെയാണ് കേട്ടോ. ഈ സ്കൂട്ടറിനൊക്കെ തന്നെ 6000 രൂപയൊക്കെയാണ് വില. അതിൽ വെച്ച് നോക്കുമ്പോൾ കാറ് തന്നെയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നിയത്. എന്തായാലും കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കാറിൻ്റെ സെക്ഷനിൽ നിന്ന് മാറത്തില്ലല്ലോ. അതിനകത്ത് ഞങ്ങളുടെ കാറ് ട്രോളിയിൽ കയറിയിട്ടുണ്ട്. ഇനി നേരെ ഇത് ബില്ലിടാൻ പോകണം. ഇപ്പം തന്നെ ഞങ്ങൾ രാവിലെ വന്നതാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം 4 മണി 5 മണിയായി ഞങ്ങൾ ബില്ലിട്ട് ഇറങ്ങിയപ്പം തന്നെ. ഇവിടെ നിന്ന് അത്രയ്ക്കും തിരക്കാണ്. ബില്ലിടാനും നമ്മൾ ഭയങ്കരമായിട്ട് ക്യൂ നിൽക്കണം. അങ്ങനെ ഇവരും ഏകദേശം മടുത്തു കേട്ടോ. എല്ലാം ഷോപ്പിങ്ങും കളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എല്ലാവരും മടുത്തത് ഇരിപ്പായി. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിറങ്ങി ഞങ്ങൾക്ക് വേറൊരു മുട്ടൻ പണി കിട്ടി. അതായത് ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞിറങ്ങി ഊബർ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ പുറത്ത് സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് 2-3 തവണ ബുക്ക് ചെയ്ത് 15 മിനിറ്റൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് റൈഡ് ക്യാൻസലായി പോകണം. അപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ 15 മിനിറ്റ് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഊബർ ഒരു രക്ഷയില്ലാതെ. ഊബറിൽ പിന്നെ കിട്ടുന്നൊന്നുമില്ല, ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ റാപ്പിഡോ ഇൻസ്റ്റാൾ ചെയ്ത് റാപ്പിഡോയിൽ നിന്ന് ഒരു റൈഡ് കിട്ടി. റൈഡ് വന്നപ്പോഴത്തേക്ക് ആ കാറിൽ നമ്മുടെ ഈ വണ്ടി കയറത്തില്ല. അങ്ങനെ നമ്മളത് ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും എക്സൽ വണ്ടി ബുക്ക് ചെയ്തു. പിന്നെ അപ്പോഴും 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത വണ്ടി വന്നത്. ഡ്രൈവർ ശരിക്കും 1 കിലോമീറ്റർ ചുറ്റളവിലുണ്ട്, പക്ഷേ ലുലുവിൻ്റെ അവിടെ ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് വണ്ടി വരുന്നില്ലായിരുന്നു. അങ്ങനെ 7:45 ഞങ്ങൾക്ക് അവിടെ നിന്ന് റൈഡ് കിട്ടിയത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.